$1 ട്രില്യൺ എത്ര വരും? അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ അതിൻ്റെ കഴിവ്, അതുപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവ എന്തൊക്കെയായിരിക്കും? എന്തായാലും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ഒരു ട്രില്യൻ്റെ വില, ഒരു ട്രില്യൺ എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഓരോ ആർട്ടിക്കിൾസ് എഴുതിയത് കണ്ടു. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ ആർട്ടിക്കിൾ പ്രകാരം ഈ $1 ട്രില്യൺ ഒറ്റ ഡോളർ നോട്ട് വീതം ഒരു സ്ഥലത്ത് വിരിച്ചാൽ അത് ആ ലോസ് ആഞ്ചലസ് കൗണ്ടി മുഴുവൻ വിരിക്കാൻ അത്രയ്ക്ക് മാത്രം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിനേക്കാളും എളുപ്പമുള്ളൊരു കണക്ക് പറഞ്ഞ് വേറൊരു പത്രം പറഞ്ഞിരിക്കുന്നു, മണി വൈസ് എന്നോ മറ്റോ പറഞ്ഞ്. അവർ പറയുന്ന 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ സെക്കൻഡ്. 1 ബില്യൺ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 32 വർഷമാണ് 1 ബില്യൺ സെക്കൻഡ്. സെക്കൻഡ് കണക്കിൽ ഇപ്പോൾ 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ ആ കണക്കിൽ 60 മിനിറ്റാണ് 1 മണിക്കൂർ. ആ കണക്ക് വെച്ച് നോക്കുമ്പം 32 വർഷം എടുക്കും. ഈ 32 വർഷത്തിൽ 1 ബില്യൺ സെക്കൻഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ട്രില്യണിൽ എത്ര സെക്കൻഡുണ്ട്? അത് പറയുന്നത് ആ 1 ട്രില്യൺ എന്ന് പറയുന്നത് 31,000 വർഷമാണ്. 1 ട്രില്യൺ സെക്കൻഡ് എന്ന് പറയുന്നത് 31,000 വർഷം. അപ്പോൾ 31,000 വർഷത്തിലാണ് 1 ട്രില്യൺ ഉണ്ടാവുക. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസമാണ്. ഈ 32ഉം 31,000 തമ്മിലുള്ള വ്യത്യാസമാണ് 1 ബില്യനും 1 ട്രില്യനും തമ്മിലുള്ളത്. അതുകൊണ്ട് ഈ ട്രില്യൺ നേടിയ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 ട്രില്യൺ നേടിയ എലോൺ മസ്കും ഈ മറ്റു മുതലാളിമാരും ഒക്കെ ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം മഹാപാവങ്ങൾ, തീരെ പാവങ്ങളാണെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. കമ്പാരിസൺ കാരണം ഇവരെക്കാളൊക്കെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് മസ്ക് പോയിരിക്കുന്നു. ഇപ്പം മറ്റു മുതലാളിമാരുടെ കാര്യം നോക്കാം. ഈ ഗൂഗിളിൻ്റെ ലാറി പേജിന് 294 ബില്യനുണ്ട്. അതുപോലെ തന്നെ ഈ സെർജി ബ്രിന് 271 ബില്യൺ. അദ്ദേഹവും അതിൻ്റെ ഒരു തുടക്കക്കാരനാണ് ഗൂഗിളിൻ്റെ. ഇനി ഫേസ്ബുക്കിൻ്റെ മാർക്ക് സക്കർബർഗിന് 194 ബില്യൺ മാത്രമേ ഉള്ളൂ. വളരെ വളരെ കുറവാണ്. അവരൊക്കെ ഈ പണക്കാരൊക്കെ ചെറിയ പണക്കാരാണ്. അതുപോലെ തന്നെ ജെഫ് ബെസോസിന് 250 ബില്യണുണ്ട്. കുറേ നാൾ അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി, ഏറ്റവും വലിയ പണക്കാരൻ. ഇപ്പം അവരെല്ലാം അങ്ങ് താന്നുപോയി. ഇനി സാധാരണ ഒരു അമേരിക്കക്കാരൻ്റെ ഒരു ശരാശരി കുടുംബത്തിലെ വരുമാനമോ ഏതാണ്ട് $1,93,000 ഒരു ശരാശരി കുടുംബത്തിലെ വരുമാനം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ട്രില്യൺ അത് നമുക്ക് എണ്ണിത്തീരാൻ പറ്റാത്തത്ര വലിയ സംഖ്യയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. എന്ന് മാത്രമല്ല അത് നോക്കി നിൽക്കെ 1 ട്രില്യൺ 1.1 ട്രില്യനായി മാറിയിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഹരി രംഗത്ത് വന്നതോടുകൂടി ഈ അതിൻ്റെ മൂല്യം വലിയ തോതിലങ്ങ് കൂടി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ കമ്പനിക്ക്, സ്റ്റാർലിങ്ക് ഇതെല്ലാം കൂടെ ചേർന്നുള്ള ആ സ്പേസ് എക്സ് കമ്പനിക്ക് 1,60,000 1.77 ട്രില്യൺ ആയിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഈ ഓഹരി വിപണിയിൽ ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം 2.1 ട്രില്യനോ മറ്റോ ആയി അത് ഉയർന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊന്നും ആഹ്ലാദിക്കേണ്ടതില്ല. ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇത് വാങ്ങിയിട്ടുള്ള ആളുകൾ അത് മിക്കവാറും അത് താഴോട്ട് പോവുകയാണ് സാധ്യത. കുറേ കാലത്തേക്കെങ്കിലും അത് താഴോട്ട് പോകാനാണ് സാധ്യത. എപ്പോഴെങ്കിലും അത് പിക്കപ്പ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് പിക്കപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഭയങ്കര ഹൈപ്പോടി വരുന്നതൊക്കെ എപ്പോഴും പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആ റിസ്ക് എടുക്കാനാണ് ആളുകൾ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഷെയറിന് $135. അത് പക്ഷേ സാധാരണക്കാർക്ക് വാങ്ങാൻ കിട്ടില്ല. മിനിമം 100,000 ഷെയർ വാങ്ങണം, അല്ലെ അങ്ങനെയൊക്കെയുള്ള ഈ കമ്പനികളാണത് വിൽക്കുന്നത്. അങ്ങനെയുള്ള ഇതിലാണ് സാധാരണക്കാർക്ക് കിട്ടിയിട്ടില്ല. പണമുള്ളവരാണ് ഇതെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഇങ്ങനെയുള്ള ചൂതാട്ടങ്ങൾ നടത്താൻ കഴിയുകയും ചെയ്യുന്നത്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പണ്ട് ഈ ഗൂഗിളിനും അതുപോലെ തന്നെ ടെസ്ലയ്ക്കുമൊക്കെ ചെറിയ തുക അടച്ചവർ ഇന്ന് മില്യനേഴ്സും മൾട്ടി മില്യനേഴ്സും ഒക്കെ ആയി മാറിയത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗൂഗിളിനൊക്കെ കുറച്ചേറെ തുക കൊടുത്ത ആളുകൾ അവർ ബില്യനേഴ്സായി മാറി. കാരണം ആ കമ്പനി അതുപോലെ അങ്ങ് വളർന്നു. ഇതും അങ്ങനെ വളരാനുള്ള സാധ്യത ഇപ്പോൾ ഗൂഗിളോ അതുപോലുള്ള കമ്പനികൾ അവ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് പോയി ചന്ദ്രനിലും അതുപോലെ തന്നെ ചൊവ്വയിൽ പോയി കുടിപാർപ്പ് തുടങ്ങിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ
ഒരു പൈപ്പ് ഡ്രീം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ്. നമ്മുടെ വലിയ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഈ മസ്ക് ആയതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര വിശ്വാസം. അങ്ങനെ ചെയ്യുന്നതെല്ലാം ടെസ്ല തുടങ്ങുമ്പോൾ അത് വിജയിക്കില്ല, അതിന് ഓഹരി മുടക്കുന്നവർ മണ്ടന്മാരാകും എന്നുള്ള രീതിയിലായിരുന്നു ആദ്യകാലത്തെ പ്രചാരണങ്ങൾ. പക്ഷേ അത് വൻ വിജയമായി തീർന്നു. അത് 30,000 ഇരട്ടി വളർന്നു എന്നാണ് പറയുന്നത് അതിൽ ഷെയർ എടുത്തവരുടെ തുക. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഈ പണമെല്ലാം ആളുകൾ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം എത്ര കണ്ട് വിജയിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും മുതലാളിമാർ വളരുന്നു, സാധാരണക്കാർ അതുപോലെയൊക്കെ തന്നെ കിടക്കുന്നു. ഇനി ഇതിനോടുകൂടിയാണ് ഈ എലോൺ മസ്ക് പല ഭാര്യമാരും ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അത് കാരണം ഈ തുക ഇപ്പം ഒരു ഭാര്യ മാത്രമേ ഉള്ളെങ്കിൽ ആ ഭാര്യയ്ക്ക് പകുതി കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ഇപ്പം നമുക്കറിയാം ആമസോണിൻ്റെ ജെഫ് ബെസോസും അവർ മക്കിൻസി സ്കോട്ട് മക്കൻസി അവരുമായിട്ട് വേർപിരിഞ്ഞപ്പോൾ ആ സ്വത്തിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ ഏതാണ്ട് 34 ബില്യണോളം അവർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പം നേരത്തെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ് ഈ സക്കർബർഗ് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രീ നപ്ഷ്യൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം, അതായത് വിവാഹമോചനം നേടിയാൽ ഇത്രേ കിട്ടത്തുള്ളൂ എന്ന്. പക്ഷേ സക്കർബർഗ് അതിന് മുതിർന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാര്യ ഡോക്ടറാണ്, ഒരു ചൈനീസ് വംശജയുമാണ്. അപ്പോൾ ആ വിവാഹബന്ധം ആത്മാർത്ഥതയുള്ള വിവാഹബന്ധമാണെങ്കിൽ പൈസയൊന്നും ആരും പൈസയുടെ കാര്യം അവർ ചിന്തിക്കില്ല. ആത്മാർത്ഥത ഇല്ലാത്തതാണെങ്കിലാണ് ഇങ്ങനെ മുൻകൂട്ടി ഇതെല്ലാം കണക്ക് ഇന്നത് വന്നാൽ ഇന്നതെന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടി പോകുന്നത്. ഇപ്പം ഗായിക ടൈലർ സ്വിഫ്റ്റും ഈ ബാസ്കറ്റ് ബോൾ കളിക്കാരനും കെൽസയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മുടെ ഈ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ടൈലർ സ്വിഫ്റ്റിന് ഏതാണ്ട് 2 ബില്യൺ ആസ്തിയുണ്ട് എന്നാണ് പറയുന്നത്, എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. നേരെ മറിച്ച് അങ്ങേർക്ക് ഏതാണ്ട് 100 മില്യനാണ് പരമാവധി ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ട് പൊരുത്തപ്പെടുന്ന അവസ്ഥ വരുന്നില്ല. പക്ഷേ അതിനെപ്പറ്റി അവർ പറയുകയോ അതേപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി, സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ വിവാഹവും യഥാർത്ഥത്തിലുള്ള സ്നേഹവും ഒക്കെ ആണെങ്കിൽ ഈ പൈസ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒഹായോയിൽ ഒരു ഇന്ത്യൻ ഡോക്ടർ, അങ്ങേര് 10-45 വയസ്സുള്ളപ്പം അവിടെ ഇൻറ്റേൺഷിപ്പിന് വന്ന ഒരു പെങ്കൊച്ച് വെളുമ്പി 10-18 വയസ്സുള്ള അതിനെ ലോഹ്യം കൂടി അതിനെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു കരാർ എഴുതി വെച്ചിരുന്നു, വിവാഹമോചനം നേടുകയാണെങ്കിൽ ഏതാണ്ട് $2.5 ലക്ഷം കൊടുക്കത്തുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ സ്വത്ത് മുഴുവൻ കിട്ടും. ഇതായിരുന്നു കരാറ്. ഇങ്ങനെ കുറേ 10-20 വർഷം കഴിഞ്ഞു, ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ഡോക്ടർ വെടിയേറ്റ് മരിച്ചു. അപ്പം അങ്ങനെ ആരാണെന്ന് ഒന്നും വ്യക്തമായില്ല. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. കാരണം ഈ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു കറമ്പനാണ് ഈ വെടിവെച്ച് കൊന്നത്. അപ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അത് ഈ ഫോണ് തമ്മിലുള്ള ബന്ധങ്ങൾ, ഫോൺ ലിങ്ക് അത് വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അവർ അറസ്റ്റാകുക, ഇപ്പോൾ ജയിലിലായിരിക്കണം അവർ, അതോ ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നമ്മൾ ചില കാര്യങ്ങൾക്ക് മുൻകരുതലെടുക്കുന്നത് നമുക്ക് ഉപദ്രവകരമായി തീരുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമായിട്ടാണ് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ അമിതമായിട്ട് ഈ ഒന്നാമതേ ആ ഡോക്ടർ അത്രയും ചെറിയ ഒരു പെങ്കൊച്ചിനെ ലോഹ്യം കൂടി കല്യാണം കഴിച്ചത് തെറ്റ്. കാരണം അത് പൈസയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലോ കല്യാണം കഴിക്കുന്നത് തന്നെ. പിന്നെ അവർക്ക് കുട്ടികളുണ്ടായില്ല. പിന്നീട് ഈ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ ഈ നിത്യജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ.